ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആരി വർക്കിൽ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഇപ്പം ആരി വർക്കിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പീഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് വർക്ക്സ് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വർക്ക് വേഗം കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ഇൻകം കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ വർക്ക് നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെയുള്ള ഏറ്റവും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നീഡിൽ സെലക്ഷൻ. നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നീഡിൽസ് അത് നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ടുള്ള നീഡിലാണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ആരി വർക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നത് അന്നേ. അപ്പം എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായത് ഈ ടുലിപ്പിൻ്റെ ഈ നീഡിൽ വെച്ചിട്ടാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ബീഡ്സ് വർക്ക് ചെയ്തതും അതേപോലെ തന്നെ ത്രെഡ് വർക്കൊക്കെ ചെയ്ത് പഠിച്ചിട്ടുള്ളത് ഈ ടുലിപ്പിൻ്റെ നീഡിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും പുറത്തേക്ക് വർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതൊക്കെ ഈ ടുലിപ്പിൻ്റെ നീഡിൽ തന്നെ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു അയൺ നീഡിൽ അതേപോലെ തന്നെ വുഡൻ നീഡിൽ മേടിച്ചത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഡിഫറൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ടുലിപ്പിന്റെ നീഡിലിന്റെ തുടക്ക ഭാഗം എന്ന് വെച്ചാൽ ഇത് ഇത്രയേ ഉള്ളൂ, ഒരു കുറച്ച് ബീഡ്സ് ഇതിൽ കയറുള്ളൂ. പക്ഷേ എങ്കിൽ അയൺ നീഡിലും വുഡൻ നീഡിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിന് ഒത്തിരി നീളമുണ്ട്. നമുക്ക് ഒത്തിരി ബീഡ്സ് ഇതിൽ ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒത്തിരി ബീഡ്സ് പെട്ടെന്ന് തന്നെ ലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേഗം ചെയ്യാം. നമ്മുടെ സ്പീഡ് കൂടുകയാണെങ്കിൽ നമുക്ക് ഈ ടുലിപ്പ് ബ്രാൻഡിലെ ഈ നീഡിലിന് പകരം ഈ അയൺ നീഡിലും ഈ വുഡൻ നീഡിൽ യൂസ് ചെയ്താലാണ് നമുക്ക് ഒത്തിരി ബീഡ്സ് അറ്റ് എ ടൈം ലോഡ് ചെയ്തെടുത്ത് വേഗം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ 3 നീഡിലും നമുക്ക് ബീഡ്സ് ഒന്ന് കോർത്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ ബീഡ്സ് ലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് നീഡിലാണ് ഏറ്റവും കൂടുതൽ ബീഡ്സ് കയറാന്നുള്ളത്. അപ്പൊ ഈ വുഡൻ നീഡിൽ അല്ലെങ്കിൽ അയൺ നീഡിൽ വെച്ചിട്ട് ഇതേപോലെ ഒത്തിരി ബീഡ്സ് അറ്റ് എ ടൈം നമുക്ക് ഇതേപോലെ വേഗം ലോഡ് ചെയ്തെടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ആദ്യത്തെ ടിപ്പ് നമ്മൾ ഇതേപോലെ അയൺ നീഡിൽ അല്ലെങ്കിൽ വുഡൻ നീഡിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ആദ്യം തന്നെ ബിഗിനേഴ്സിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പാടായിരിക്കും. പക്ഷെ പയ്യെ നമ്മൾക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ 2 നീഡില് ബീഡ്സ് വർക്ക് ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമുക്ക് നീഡിൽ മേടിക്കുമ്പോൾ ഇതേപോലെ ഒരു നീഡിലായിരിക്കും കിട്ടുക. ഇത് നമുക്ക് ഇതേപോലെ ഒട്ടും ഗ്രിപ്പ് ഉണ്ടായിരിക്കില്ല ആദ്യം തന്നെ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഗ്രിപ്പ് കിട്ടാനായിട്ട് പിടിക്കുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാനായിട്ട് ഇതേപോലെ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കാം. നമ്മുടെ എംബ്രോയിഡറി ത്രെഡോ അല്ലെങ്കിൽ നോർമൽ ത്രെഡോ ഏത് സിൽക്ക് ത്രെഡോ ഏത് ത്രെഡ് ആയാലും ഇതേപോലെ ഒരു കട്ടിക്ക് ഒന്ന് ചുറ്റി കൊടുത്താൽ നമുക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് നല്ല എളുപ്പമുണ്ടായിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് ചുറ്റേണ്ടതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന് മുന്നിൽ ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലും ഒത്തിരി ടിപ്പ് ഉണ്ട്. അപ്പൊ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കണ്ടുനോക്കാം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പ്രോപ്പർ ആയിട്ടാണ് നീഡിൽ പിടിച്ചിരിക്കുന്നത് എന്ന് നോക്കണം. അപ്പൊ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഈ പേന പോലെ അല്ലെങ്കിൽ ഈ 3 വിരൽ വെച്ചിട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്, പല മെത്തേഡിൽ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് നീഡിൽ ഹോൾഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറുവിരലുണ്ടല്ലോ അത് നീഡിൽ ടച്ച് ആവാൻ പാടില്ല. ഈ ബാക്കിയുള്ള ഈ 4 വിരൽ വെച്ചിട്ടായിരിക്കണം നീഡിൽ പിടിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയാണ് നീഡിൽ പിടിക്കേണ്ടത്. ഈ ഒരു വിരൽ വെച്ചിട്ടാണ് നമ്മൾ ബീഡ്സ് ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതും ഇങ്ങനെ അടിയിലോട്ട് ഇറക്കി കൊടുക്കുന്നതും. നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ നീഡിൽ ഹോൾഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. നമ്മൾ തെറ്റായ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെങ്കിൽ നമുക്ക് ഒട്ടും സ്പീഡ് ഉണ്ടാവുകയില്ല. പിന്നെ നമ്മൾ ആ പ്രാക്ടീസ് ചെയ്ത മെത്തേഡ് നമുക്ക് മാറ്റിയെടുക്കാനും നല്ല പാടായിരിക്കും. അപ്പൊ തുടക്കത്തിൽ തന്നെ കറക്റ്റ് ആയിട്ട് നീഡിലൊക്കെ പിടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ബീഡ്സ് ലോഡ് ചെയ്തെടുക്കണേന്ന് നോക്കാം. ഞാൻ ഇതേപോലെ പിടിച്ചിട്ടുണ്ട് നീഡില്. ഇനി ഈ ഒരു പൗച്ച് ഇത് ഒത്തിരി പേര് കമന്റിൽ ഇത് എവിടെ നിന്നാണ് മേടിച്ചെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഇത് അവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്നാണ്, ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഇതുവരെ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആവശ്യമുള്ളവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മേടിച്ചാൽ മതി. ഈ ഒരു പൗച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ഇതേപോലെ ബീഡ്സ് ഇട്ട് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ബീഡ്സ് ലോഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഞാൻ നീഡിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ ഇതേപോലെ തിരിച്ചിട്ട് കണ്ട ബീഡ്സ് ഇങ്ങനെ ലോഡ് ചെയ്തെടുക്കാം. ഈ ലോഡ് ചെയ്ത ബീഡ്സ് നമ്മൾ ഈ ഒരു ചെറുവിരൽ വെച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അടുത്തതും കൂടി ലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് തിരിച്ചെടുത്താൽ നമ്മൾ ബീഡ്സ് കറക്റ്റ് ആയിട്ട് തന്നെ ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ ആദ്യം തന്നെ ബീഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ബാക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഫ്രണ്ടിലേക്ക് തുന്നിപ്പോവുക.
പിന്നെ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ആയിരിക്കണം നമ്മുടെ നീഡിലിന്റെ ഹുക്ക് വരേണ്ടത്. അതേ ഹുക്ക് നേരെ തന്നെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ബീഡ്സ് ഇട്ട് കൊടുത്ത് ഈ ഒരു ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ ബീഡ്സ് താഴേക്ക് കൊണ്ടുപോകുന്നതും ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതും. നമുക്ക് ഫ്രീ ആയിട്ട് ബീഡ്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ തുന്നിയെടുക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്താ ഇതേപോലെ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ആദ്യം പഠിക്കുമ്പോൾ കുറച്ച് പാടുണ്ടായിരിക്കും, ഇതേപോലെ ബീഡ്സ് ഒക്കെ പുറത്തോട്ട് തെറിച്ചൊക്കെ പോവും. പക്ഷെ ബൈ പ്രാക്ടീസ് നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ വിരൽ വെച്ചിട്ട് ഇതേപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കണേക്കാൾ കുറച്ചും കൂടി എളുപ്പത്തിൽ സ്പീഡിൽ ചെയ്യണമെങ്കിൽ ഇതേപോലെ ബീഡ്സ് ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേഗം വേഗം ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇപ്പൊ നമ്മള് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മെയിനായിട്ട് ഈ അയൺ നീഡിൽ, വുഡൻ നീഡിലിന്റെ ഒക്കെ ഈ ഹുക്കിന്റെ ഭാഗം ഭയങ്കര ഷാർപ്പനായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, നല്ല പോയിന്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുപോലെ നമ്മുടെ മെറ്റീരിയലിൽ അതിങ്ങനെ വലിഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട്, കുളത്തി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളത് യൂസ് ചെയ്ത് ഇതിന്റെ ടിപ്പ് കുറച്ചും കൂടി ഒന്ന് സ്മൂത്ത് ആവും. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിട്ട് വരും. അപ്പൊ ഇതൊക്കെ എന്റെ പുതിയ നീഡിൽസ് ആണ്, ഞാൻ അധികം യൂസ് ചെയ്യാത്ത നീഡിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടിപ്പ് കുറച്ചും കൂടി പോയിന്റഡ് ആണ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു നീഡിലാണ്. ഇതിന്റെ ടിപ്പ് നോക്കിയാൽ അറിയാം, ഈ രണ്ട് ടിപ്പും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ അറിയാം. ഇത് കുറച്ചും കൂടി ഷാർപ്പനാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് എനിക്ക് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ ബഞ്ച് ബീഡ്സ്, നമ്മൾ ഒത്തിരി വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബീഡ്സ് ആണ്. മെയിൻ ആയിട്ട് ബ്ലൗസിലൊക്കെ ബോർഡർ വർക്ക് ചെയ്യാനും ബുട്ടാസിന്റെ ഡിസൈൻ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ബഞ്ച് ബീഡ്സ്. ഇത് ഇതേപോലെ ഒരു മാല പോലെയാണ് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുക. അപ്പോൾ ഒത്തിരി പേര് ഇത് കിട്ടുന്ന ഉടനെ തന്നെ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒരു പരന്നൊരു പാത്രത്തേക്ക് ഇതേപോലെ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ബീഡ്സ് ലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ ഓരോരോ ബീഡ്സ് ഇങ്ങനെ കുത്തിയെടുത്ത് എന്നിട്ടിരുന്ന് വർക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെയല്ല കറക്റ്റ് ആയിട്ട് ഈ ബഞ്ച് ബീഡ്സ് ഈ നീഡിലേക്ക് ലോഡ് ചെയ്തെടുക്കേണ്ടത്. അതിങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഒരു മാല പോലെ ആയിരിക്കും നമുക്ക് ഈ ബഞ്ച് ബീഡ്സ് മേടിക്കാൻ കിട്ടുക. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഒരു എൻഡ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ നമ്മുടെ നീഡില് ഈ ബഞ്ച് ബീഡ്സിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാൻ പറ്റും. ഇതേപോലെ ഒരുമിച്ച് കയറ്റി കൊടുത്തിട്ട് കണ്ട ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ നീഡിലേക്ക് ലോഡ് ചെയ്തെടുത്തിട്ട് വേഗം വേഗം വർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ബഞ്ച് ബീഡ് ലോഡ് ചെയ്തെടുക്കേണ്ടത്. അല്ലാതെ ഇതേപോലെ ഒന്നോ രണ്ടോ ബീഡ് ഇതേപോലെ പറക്കി പറക്കി ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സമയം പോകും. അപ്പൊ സ്പീഡ് കൂടാനായിട്ട് നമുക്ക് സമയം ലാഭിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ഈ നീഡിലിൽ നമുക്ക് ബഞ്ച് ബീഡ്സ് ലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ ഒന്നോ രണ്ടോ വെച്ച് ഇതേപോലെ ലോഡ് ചെയ്തെടുക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ സ്പീഡ് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നീഡിൽ പിടിക്കുന്നതും അതേപോലെ തന്നെ അടിയിൽ നിന്ന് ത്രെഡ് ചുറ്റി വരുന്നതും നീഡിൽ തിരിച്ചെടുക്കുന്നതും ഒന്നും ഒട്ടും സ്ട്രെയിൻ കൂടാതെ വേണം ചെയ്യാനായിട്ട്. കുറെ പേര് നല്ല സ്ട്രെയിൻ പിടിച്ച് താഴേന്ന് മേലേക്ക് വലിച്ചെടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ത്രെഡ് സ്പ്ലിറ്റ് ആയിട്ട് പോവാനും ത്രെഡ് കട്ടായിട്ട് പോവാനും ഒക്കെയുള്ള കാരണം. നമ്മൾ സ്ട്രെയിൻ ഇല്ലാണ്ട് നല്ല ഫ്രീ ആയിട്ട് ഈ നീഡിൽ പിടിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ നല്ല സ്പീഡിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നമുക്ക് നല്ലോണം നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എല്ലാത്തിനും ഉപരി നമ്മൾ നമ്മുടെ ഫ്രെയിമില് മെറ്റീരിയൽ നല്ലോണം ടൈറ്റ് ആയിട്ട് തന്നെ ഇത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം. ഇതേപോലെ ഫ്രെയിമിന്റെ അറ്റത്ത് തിന്നായിട്ടുള്ള വല്ല ലൈനിങ്ങിന്റെ മെറ്റീരിയൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പോ മാസ്കിംഗ് ടേപ്പോ ഒക്കെ വെച്ചിട്ട് ഒരു ലെയർ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കും. അതേപോലെ തന്നെ തുണി ഡാമേജ് ആവാതൊക്കെ ഇരിക്കും. ഇതെങ്ങനെയാണ് ചുറ്റണേന്നും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മെറ്റീരിയൽ ഫ്രെയിമിലിട്ട് ടൈറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇനി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ വേണ്ടവർ അതൊന്ന് കണ്ടു നോക്കാം.
അതിലും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടി വെച്ചിട്ട് നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്ത് പഠിക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അതേപോലെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് തുടർന്നും ആ സ്പീഡിൽ തന്നെ പോകാൻ പറ്റും. ഇല്ലപ്പോൾ തെറ്റായ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എനിക്കും അതേപോലെ ഒത്തിരി തെറ്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു കറക്റ്റ് ഒരു ട്യൂട്ടറിൻ്റെ യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെയാണ് പഠിക്കണമെങ്കിൽ നമുക്ക് സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി തെറ്റാണെന്നോ ശരിയാണെന്നോ പറഞ്ഞു തരാനോ നമുക്ക് ആരും ഉണ്ടായിരിക്കില്ല. ഞാനും ഇതേപോലെ കുറെ തെറ്റൊക്കെയാണ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായത്. പിന്നെയാണ് അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കും. പിന്നെ ഒത്തിരി വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ ഇതേപോലെ ടിപ്സും ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ആണിപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ തിരുത്തി വന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ തിരുത്തി എടുക്കാനായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതൊന്നും ഇല്ലാതെ ആദ്യമേ തന്നെ നല്ല കറക്റ്റ് രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ സംശയങ്ങൾ, ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരാം.